അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ കുറച്ച് ഇൻസിഡൻറ്റുകളെ കാലഗണനാ ക്രമത്തിൽ എഴുതുക എന്നുള്ളൊരു ഭാഗത്തിലാണ് പറയുന്നത്. നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്ന് പഠിച്ചു പോരുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഒന്ന്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വരുന്നത് എപ്പോഴാണ്? ഹൈ ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരുൺ പി തോമസ്. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് 2024 PSC ചോദിച്ചിട്ടുള്ള ഇന്ത്യ ചരിത്രവും ലോക ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ഒരു 2 ചോദ്യപേപ്പർ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിരുന്നു. ആ 2 ചോദ്യപേപ്പർ നോക്കിയപ്പോൾ PSCയുടെ ചോദ്യകർത്താക്കൾക്ക് ഇഷ്ടപ്പെട്ട ചില ഏരിയകൾ, ചില വിഭവങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പഠിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ പരീക്ഷയ്ക്കും അതേ ചോദ്യങ്ങൾ, അതേ വിഭവങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ് അവരിടുന്നതെങ്കിൽ നമുക്കത് മാർക്ക് സ്കോർ ചെയ്തൂടെ. ഇത് ഒരു സ്മാർട്ട് വർക്കാണ്. നിലവിൽ PSCയുടെ ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക, ആ ട്രെൻഡിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഞാൻ നിങ്ങളിലേക്ക് ഒരു 6 അല്ലെങ്കിൽ 8ഓളം ചോദ്യങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ആ ചോദ്യങ്ങൾ എടുത്തിരിക്കുന്ന ഏരിയ മനസ്സിലാക്കുന്നു. അതൊരു ഹോട്ട് ഏരിയ ആയിട്ട്, ഹോട്ട് ടോപ്പിക്കായിട്ട് കണ്ടുകൊണ്ട് ഹിസ്റ്ററിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. വലിയ സാഗരത്തിൽ നിന്നും കടൽ വെള്ളം വറ്റിക്കുന്നതിൽ നല്ലത് നമുക്ക് വളരെ കുറച്ച് ഏരിയ പിക്ക് ചെയ്തൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, ചോദ്യത്തിലേക്ക് വരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ 52/2024 59/2024. ഈ 2 ചോദ്യപേപ്പറുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക്, ആ 2 ചോദ്യപേപ്പറിലെ ഹിസ്റ്ററിയുടെ ഭാഗങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ചോദ്യം നോക്കി, ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. അപ്പം ചുവടെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ നോക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമുണ്ട്, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, വോൾട്ടയർ, ട്രോട്സ്കി, തോമസ് പെയിൻ, സൈമൺ ബോളിവർ. ഇവിടെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാകും, ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ഇതിലേതെങ്കിലും ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാകും. നമുക്ക് നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആയിട്ട് തോമസ് പെയിൻ നമുക്കറിയാം. ഇനി പോട്ടെ, നമ്മൾ ഫ്രഞ്ച് വിപ്ലവം കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന വോൾട്ടയർ ആണ്, അതറിയാം. ഓക്കെ, നോക്കുക, ഫ്രഞ്ച് വിപ്ലവം വോൾട്ടയർ ആണ്. 2A ആണ്. നമുക്ക് ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്കത് ഒന്നും അറിയത്തില്ല, ഇത് മാത്രമേ നമുക്ക് അറിയത്തുള്ളെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. നമുക്ക് 50-50 ചാൻസ് വരെ കിട്ടും. 2A ആയിട്ടുള്ളത് നോക്കിയാൽ ഇവിടെ 2A ആയിട്ടുള്ളത്, നമ്മൾ ഒന്നാമത്തത്, ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തോമസ് പെയിൻ ആണ് എന്നറിയത്തില്ലാത്തവരുണ്ടാകും. പക്ഷെങ്കിൽ വോൾട്ടയറും ഫ്രഞ്ച് വിപ്ലവവും വളരെ കണക്റ്റഡ് ആണ്, വളരെയധികം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ആ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇത്രയും ഒന്നും അതിലേക്ക് പോകേണ്ട കാര്യമില്ല. കാര്യം ഇതിനകത്ത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തോമസ് പെയിൻ ആണെന്നുള്ള കാര്യം ആർക്കും വേണമെങ്കിലും അറിയാം, ആർക്കും അറിയാവുന്നൊരു ചോദ്യമാണ്. നോക്കിക്കേ, അപ്പം 2A ആണെന്ന് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2D വന്നിരിക്കുന്ന, ഇത് രണ്ടും ഡിയും ബിയും വന്നിരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ CD ഓപ്ഷൻസ് പോയി, പിന്നെ Aയും Bയും മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് 50-50 ചാൻസ് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നോക്കിക്കേ, ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമുക്ക് തോമസ് പെയിൻ ആണെന്ന് അറിയുവാണ് എങ്കിൽ വേറെ ഒന്നിലേക്ക് നമുക്ക് പോകേണ്ടതില്ല. നമുക്ക് ഇവിടെയും എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. 1-2 ഓപ്ഷനുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ളതിനെ എല്ലാം കളയാം, ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തോമസ് പെയിൻ ആണ്, ഫ്രഞ്ച് വിപ്ലവം വോൾട്ടയർ ആണ്, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബോളിവർ ആണ്, റഷ്യൻ വിപ്ലവം ട്രോട്സ്കി ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മളൊന്ന് അറിഞ്ഞു പോകണം. അപ്പോൾ ഇതിനകത്ത് ഈ വിപ്ലവങ്ങളെല്ലാം തന്നെ, ചില വിപ്ലവങ്ങൾ പ്രത്യേകിച്ച് ഫ്രഞ്ച് വിപ്ലവം ഒക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് പഠിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ, ഈ ഭാഗത്തിൽ നമുക്കൊന്ന് അറിഞ്ഞു പോകേണ്ടുന്ന കാര്യങ്ങൾ നോക്കിയാലോ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 പ്രധാനപ്പെട്ട പേരുകളാണ് ജോൺ ലോക്കും തോമസ് പെയിനും. ഓക്കെ, ജോൺ ലോക്ക്, തോമസ് പെയിൻ എന്നിവർ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പം ജോൺ ലോക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജോൺ ലോക്ക്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. തോമസ് പെയിൻ
ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകരയെ ദീർഘകാലം കീഴടക്കി കഴിയാമെന്നുള്ളത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് തോമസ് പെയിൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതിലേക്ക് അതിൻ്റെ ബാക്കി ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അതിലേക്ക് വരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന് തത്വചിന്തകർ നൽകിയ സംഭാവനകളും നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തത്വചിന്തകരാണ് വോൾട്ടയറും റൂസോയും മോണ്ടസ്ക്യൂവും. അപ്പോൾ വോൾട്ടയർ എന്താ പറഞ്ഞിരിക്കുന്നത്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു, യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ യുക്തിചിന്തയെയും സമത്വത്തെയും മനുഷ്യസ്നേഹത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ് ആര്? വോൾട്ടയർ. ഇനി റൂസോ, സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പ്രസ്താവിച്ചത് ആരാണ്? റൂസോയാണ്. ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയിൽ ഡയറക്റ്റ് വന്ന സിമ്പിൾ ചോദ്യമായിരുന്നു ഇത്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? റൂസോയാണ്. ഇനി മോണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെ 3ആയി വിഭജിച്ചു. ഗവൺമെന്റിനെ എങ്ങനെയാണ് നിയമനിർമ്മാണമെന്നും കാര്യനിർവഹണ വിഭാഗമെന്നും നീതിന്യായ വിഭാഗം എന്നിങ്ങനെ 3ആയി വിഭജിച്ചത് ആരാണ്? വിഭജിക്കണമെന്ന് വാദിച്ചത് ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഫ്രഞ്ച് തത്വചിന്തകരെ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള തത്വചിന്തകരെ അറിഞ്ഞു വെക്കുക. അടുത്ത ചോദ്യം അടുത്ത 2 ചോദ്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ മറ്റ് ബാക്കി പോയിന്റിലേക്ക് വരാം. ഉത്തരം നമുക്കിപ്പോൾ തന്നെ പറഞ്ഞു പോകാം. കാര്യം ഈ 2 ചോദ്യപേപ്പറിനകത്ത് കണ്ട ഒരു കോമൺ ടോപ്പിക് 1857 റിവോൾട്ട്. അപ്പോൾ 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് അവിടുത്തെ ആരെയാണ്? കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെ? ആ പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് അവിടുന്ന് വരുന്ന മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അവിടുന്ന് 1857 റിവോൾട്ടുമായി ഒരു ചോദ്യം വന്നിട്ടുണ്ടോ, ആ ചോദ്യം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിന് എന്ത് ചെയ്യണം? നമുക്ക് കലാപത്തിന് നേതൃത്വം നൽകിയവരെ കൃത്യമായിട്ട് അറിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം നോക്കിയേ. 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ എന്താണ്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരിക്കും ശരിയായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയായിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയാലോ? ഓക്കെ, 1857 റിവോൾട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് ബേസിക് ആയിട്ട് പഠിച്ചു പോയിട്ടുള്ള കാര്യമാണ്. അപ്പം 1857 റിവോൾട്ട് 1857 കലാപം ആരംഭിച്ചത് എവിടാണ്? ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും അറിഞ്ഞു വെക്കുന്ന PSCയിലെ ആദ്യ ബാലപാഠത്തിൽ വരുന്ന ഒരു ഭാഗമാണ് 1857 കലാപം. അത് ആരംഭിച്ചത് മീററ്റിലാണെന്നും അത് മെയ് 10 ആരംഭിച്ചതെന്നും അതിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നോക്കിക്കേ, 1857 കലാപം ആരംഭിച്ചത് അവധിലാണെന്ന് പറയുന്നു. തെറ്റാണ്. നമുക്കിവിടെ എന്താണ് കണ്ടെത്തേണ്ടത്? ആദ്യം ശരിയായത് അല്ലെ ശരിയായവ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സംഭവം എന്താണ്? ഇവിടെ തെറ്റാണ്. ഓക്കെ, അതവിടെ തെറ്റാകുമ്പോഴത്തേന് അവിടെ മീററ്റാണ് എങ്കിൽ ശരിയാണ്. അപ്പം നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് നേരെ ഓപ്ഷനിലേക്ക് പോകാം. ഇനി ഓപ്ഷനിലേക്ക് പോയാൽ, അതായത് ശരിയായവയാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് പൊട്ടത്തെറ്റാണ്, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഇത് ഒരിക്കലും ശരിയായ ഓപ്ഷനകത്ത് വരില്ല. നമുക്ക് നേരെ താഴോട്ട് പോവുക. അപ്പോൾ ഒന്നെന്നുള്ള സംഭവമുള്ള ഓപ്ഷനുകളെ എല്ലാം നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയരുതോ? അപ്പം എന്താണ്? ഒന്ന് മാത്രം. നീ എന്തായാലും അല്ല, DA കളഞ്ഞു. എയിൽ നോക്കിയപ്പം എയിൽ ഒന്നുണ്ടല്ലോ, 1, 3 കൂടെ കൂട്ടുപിടിച്ചിരിക്കുന്നു, കളഞ്ഞേക്കുക. ബിയിൽ 1, 4 കൂടെ കൂട്ടുപിടിച്ചിരിക്കുന്നു, അവരെയും കളയുക. പിന്നെ ഓപ്ഷനിൽ ഏത് മാത്രമാണുള്ളത്? സി, ഒന്നില്ലാത്തത് ഏതാണ്? ഒന്നാമത്തേത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്ക് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വേണം. സോ ഓപ്ഷനിനകത്ത് നമ്മൾ കറപ്പിക്കേണ്ടുന്ന ഓപ്ഷൻ കോഡിനകത്ത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്തത് ഏത് എന്ന് നോക്കണം. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി സി ആണ് ഉത്തരം. 2ഉം 4 സ്റ്റേറ്റ്മെന്റുകളാണ് ഇതിനകത്ത് ശരിയായ പ്രസ്താവന. അപ്പം നമുക്ക് നോക്കിയാലോ. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു.
ശരിയായ പ്രസ്താവനയാണ്. 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അതിനകത്ത് ആരൊക്കെ പങ്കെടുത്തിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കലാപത്തിൻ്റെ കാരണങ്ങളൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോണം. ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പം കലാപത്തിൻ്റെ കാരണങ്ങൾ അത് രാഷ്ട്രീയ കാരണമുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തിക കാരണമുണ്ട്, നാട്ടുരാജാക്കന്മാരുടെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ കരകൗശലക്കാരും കർഷകരും ഒക്കെ ഇതിൽ പങ്കെടുത്തിരുന്നു. അപ്പം ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അറിയണം. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയാണ്. നോക്കിയേ, ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഓൾറെഡി ഓപ്ഷനിൽ കിട്ടി. അത് തെറ്റാണെന്ന് നമുക്കൊരു ധാരണ നമുക്ക് കിട്ടി. അതെ, ഫൈസാബാദിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലല്ല. അവിടെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പം നമുക്ക് ഇതും ഇവിടെ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇനി 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ശരിയാണ്. അതിനുശേഷമാണ് നമ്മുടെ ക്യൂൻ വിക്ടോറിയ രാജ്ഞിയുടെ 1858 പ്രൊക്ലമേഷനൊക്കെ വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഭരണം ആരേറ്റെടുത്തു? ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട്, അല്ലെ ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് ഏറ്റെടുത്തത്. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ്? സി ആണ് ഇതിൻ്റെ ഉത്തരം. 2ഉം 4ഉം സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യപേപ്പറിലെ അടുത്ത ചോദ്യം കൂടി ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് മറ്റ് സൊല്യൂഷനിലേക്ക് പോകാം. നോക്കിയേ, ഒന്നാം സ്വാതന്ത്ര്യ സമരം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും നേതൃത്വം നൽകിയവരെയും ചെരുമ്പടി ചേർക്കുക. സോ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ പ്രധാനപ്പെട്ട സമര കേന്ദ്രങ്ങളെയും നേതാക്കന്മാരെയും ഒന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ആൻസറിലേക്ക് വരാം. ഈ ചോദ്യം നമുക്ക് ആൻസർ ചെയ്യാം. അപ്പം ശരി, നമുക്കെന്നാ പഠിക്കാം. 1857 കലാപത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാർ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയേ, കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഇനി ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയ ആരാണ്? ഭക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? റാണി ലക്ഷ്മി ഭായി. ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി ഭായി. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഉണ്ടോ മറ്റേ സ്റ്റേറ്റ്മെന്റ്? അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈസാബാദിൽ ആരാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്? മൗലവി അഹമ്മദുള്ളയാണ്. ഓക്കെ, ഒന്നുകൂടെ പഠിച്ച്, കാൺപൂരിൽ നാനാ സാഹിബ് താന്തിയ തോപ്പി, ഡൽഹിയിൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും, ഝാൻസിയിൽ റാണി ലക്ഷ്മി ഭായി, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഓക്കെ, ഇനി ബാക്കി തീർന്നില്ല. കേന്ദ്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അസമില് മണിറാം ദത്ത. അടുത്തത് നോക്കിക്കേ, ലക്നൗ, അവധ്, ആഗ്ര, അയോധ്യ. കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്? ലക്നൌവില് കലാപത്തിന് നേതൃത്വം നൽകി, അവധില് കലാപത്തിന് നേതൃത്വം നൽകി, ആഗ്രയിൽ കലാപത്തിന് നേതൃത്വം നൽകി, പിന്നെ എവിടാണ്? അയോധ്യയിലും കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. ഇനി ബീഹാർ, ജഗദീഷ്പൂർ, ആര എന്നിവിടങ്ങളിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ്. ഓർത്ത് വെച്ചിരിക്കുക, കൻവർ സിംഗ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആരയിലും ബീഹാറിലും കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? കൻവർ സിംഗ്. ഇനി ബറേലിയിലും റോഗൻഘട്ടിലും ഖാൻ ബഹദൂർ ഖാനും മാൻഡസോറില് ഫിറോസ് ഷായും കലാപത്തിന് നേതൃത്വം നൽകി. ഓക്കെ, ഒരു ടേബിളൂടെ ഉണ്ട്, അതുകൂടെ നോക്കുക. ഇത് NCERT ടെക്സ്റ്റ് ആണ്. അതിൽ അവധ് മാത്രമായിട്ട് ചോദിച്ചാൽ, നമുക്കിവിടെ നേരത്തെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, അവധില് ബീഗം ഹസ്രത്ത് മഹലാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അവധ് മാത്രമായിട്ട് ചോദിച്ചാൽ ഓപ്ഷനിൽ ഹസ്രത്ത് മഹൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ബീഗം ഹസ്രത്ത് മഹലിനെ എഴുതാം, തെറ്റൊന്നുമില്ല. ബീഗം ഹസ്രത്ത് മഹൽ മാത്രമാണ് ഉള്ളത് എങ്കിൽ. എന്നാൽ അവധ് നൽകുകയും ബീഗം ഹസ്രത്ത് മഹലിനെ നൽകാതെ വാജിദ് അലി ഷായെ നൽകിയിട്ടുണ്ട് എങ്കിൽ വാജിദ് അലി ഷായാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ അവധിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് വാജിദ് അലി ഷായ, ബീഗം ഹസ്രത്ത് മഹല്, അതുപോലെ തന്നെ ആരാണ്? ബിർജിസ് ഖാദർ എന്നിവര്
എവിടെ കലാപത്തിന് നേതൃത്വം നൽകി? അവധിൽ കലാപത്തിന് നേതൃത്വം നൽകി. അപ്പം ബിർജിസ് ഖാദർ, ബീഗം ഹസ്രത്ത് മഹൽ, അതുപോലെ തന്നെ വാജിദ് അലി ഷാ എന്നിവരെ എവിടെയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്? അവധില് കലാപത്തിന് നേതൃത്വം നൽകി. ഇനി ഉത്തർപ്രദേശിലെ ബൗൾട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഷാമൽ ആണ്. ഉത്തർപ്രദേശിലെ ബൗൾട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഷാമൽ ആണ്. നീതിയുടെ ഹാള് ഉത്തർപ്രദേശിൽ സ്ഥാപിച്ചതും ആര് തന്നെയാണ്? ഷാമൽ ആണ്. ഛോട്ടാ നാഗ്പൂരിലെ സിംഗ് ഭൂമിയിലെ കോൾ ഗോത്രവർഗക്കാരുടെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗോനു ആണ്. ഓക്കെ ആണല്ലോ. ഗോനു എവിടെയാണ്? കോൾ ഗോത്രവർഗക്കാരുടെ കലാപത്തിന് നേതൃത്വം നൽകി. അപ്പം ക്ലിയർ ആണല്ലോ. ഈ ഒരു ടേബിള് ഒന്നുകൂടെ ഓർമ്മയിലുണ്ടല്ലോ. ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം: ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ 1857 കലാപം ആരംഭിച്ചത് മീററ്റ് മെയ് 10. ഓക്കെ. ഇനി നേതൃത്വം നൽകിയത് ആരൊക്കെ? ചുവടെ കൊടുക്കുന്നത് ചേരുമ്പടി ചേർക്കുക. കാൺപൂർ, ബീഹാർ, ഡൽഹി, ഝാൻസി. കൻവർ സിംഗ്, റാണി ലക്ഷ്മിബായി, നാനാ സാഹിബ്, ബഹദൂർ ഷാ രണ്ടാമൻ. ഓപ്ഷനും ഉണ്ട്. ഇവിടെയും നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ആളിലേക്ക് നമുക്ക് ആദ്യം പോകാം. ഝാൻസി എന്നുള്ളത് ആരായിരിക്കും? റാണി ലക്ഷ്മിബായി ആണെന്ന് കൃത്യമായിട്ട് അറിയാം. ഓക്കെ. അപ്പം 4-2 ആണ് എന്നുള്ളത് അറിയുക. 4-2 ആണ്. നമുക്ക് ഇതിപ്പം ഈ പറഞ്ഞത് ബൈഹാർട്ട് ചെയ്ത് കാണാപ്പാടം പഠിച്ചില്ലെങ്കിൽ നമുക്കറിയാം. ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ഝാൻസി റാണിയാണ്. ഓക്കെ, അത് കിട്ടി. അപ്പം 4-2 ആണ് എങ്കിൽ നമ്മൾ ഓപ്ഷനിൽ നാലാമത്തത് നോക്കുക. ഇവിടെ 4-4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. 4-2 ഇതിവിടെ ശരിയാണ്. ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം അങ്ങ് വെട്ടിക്കളയാൻ പറ്റും. അപ്പം തന്നെ നമ്മുടെ ഉത്തരം കിട്ടി. ഏതാണ്? ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1 കാൺപൂർ, നാനാ സാഹിബാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. 2 ബീഹാറിൽ കൻവർ സിംഗ് ആണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ദെൻ ഡൽഹിയിൽ ബഹദൂർ ഷാ ആണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ആണല്ലോ. അപ്പം ഉത്തരം ബി ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ടേബിൾ ഇവിടെ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു പോവുക. കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പി, ഡൽഹിയിൽ ഭക്ത് ഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, അസമിൽ മണിറാം ദത്ത, ലക്നൗ, അവധ്, ആഗ്ര എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹൽ, ജഗദീഷ്പൂർ, ബീഹാർ എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിൽ കൻവർ സിംഗ്, ബറേലി, റോഹിൻഗഡ്, ഖാൻ ബഹദൂർ ഖാൻ, മാൻഡസോറിൽ ഫിറോസ് ഷാ, ഔദിൽ വാജിദ് അലി ഷാ, ബീഗം ഹസ്രത്ത് മഹൽ ബിർജിസ് ഖാദർ, ബൗറട്ട് പർഗാനയിൽ ഷാമൽ. ദെൻ കോൾ ഗോത്രവർഗക്കാർക്ക് വേണ്ടി കലാപത്തിന് നേതൃത്വം നൽകിയത് ഗോനു. ക്ലിയർ ആണല്ലോ. അപ്പം ഈ അടുത്തിടയിൽ നടന്ന ഒരു ചോദ്യപേപ്പർ, 2 ചോദ്യപേപ്പറിനകത്ത് 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിച്ചു. വളരെ പ്രധാനപ്പെട്ട ഏരിയ. ആ ഏരിയയിൽ വളരെ കൃത്യമായിട്ട് കലാപത്തിന് നേതൃത്വം നൽകിയവരെ പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. 3ാമത്തേത്: താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകൾ ആണ് ശരിയല്ലാത്തത് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ റോങ് ആയിട്ടുള്ള ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ഏതാണ് ശരിയല്ലാത്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം. ശരിയാണ്, അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയാണ്. ഓക്കെ, അപ്പോൾ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കൺമുമ്പിൽ എന്താണ്? എ വരണം. 1 ഓപ്ഷനായിട്ട് വന്നിരിക്കുന്ന ബി യെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. കാരണം 1 ശരിയാണ്, നമുക്കിവിടെ ശരിയല്ലാത്തതാണ് വേണ്ടുന്നത്. ആ ബോധം നമുക്കുണ്ടാക്കണം. ഓക്കെ, ദെൻ ബാക്കി അടുത്തത്: അന്റോണിയോ ഗുണ്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായിട്ട് അന്റോണിയോ ഗുണ്ടേഴ്സ് 2020 2017 തിരഞ്ഞെടുക്കപ്പെട്ടത്. 2017 ജാനുവരി 1 അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം വീണ്ടും ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാരനാണ്. ഓക്കെ, അപ്പം ഇവിടെ
ഈ ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടുതൽ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സിലുള്ള ഭാഗങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. ഓക്കെ, ഇനി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വീഗ്നയാണ്. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണുള്ളത്. അതും ശരിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ ആകെ 15 അംഗങ്ങളാണ്. 5 സ്ഥിരാംഗങ്ങളും 10 അസ്ഥിരാംഗങ്ങളും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് റോങ് ആയിട്ട് പറയാം. നമുക്ക് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടുന്നത്. സോ 2 മാത്രം എന്നുള്ള രീതിയിൽ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഐക്യരാഷ്ട്രസഭ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. 4ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? നിലവിൽ PSC പരീക്ഷകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം വരുന്ന ഏരിയ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നോക്കിക്കേ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം നോക്കിക്കേ, 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിലാണെന്ന് ഓർക്കാം. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത് ഏത് സമ്മേളനമാണ്? 1930 ജാനുവരി 26 സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചത് ഏത് സമ്മേളനത്തിലൂടെയാണ്? ഉത്തരം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. 1920 ലാഹോർ സമ്മേളനത്തിലൂടെയാണ് ഏത് വരുന്നത്? പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം പൂർണ്ണ സ്വരാജ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇനി ഇവിടെ ഈ കൽക്കത്ത സമ്മേളനം 1906 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് സ്വരാജ് എന്ന ടേം ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, 1906 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് സ്വരാജ് എന്ന ടേം ആദ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 1920 കൽക്കത്ത സമ്മേളനത്തിൽ, കൽക്കത്തയിൽ വെച്ച് കൂടിയ INCയുടെ പ്രത്യേക സമ്മേളനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നാഗ്പൂർ സമ്മേളനം, ഓപ്ഷനിലുള്ള നാഗ്പൂർ സമ്മേളനം PSCക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം. 1920 ഈ ഗാന്ധിജി അവതരിപ്പിച്ച ഈ പ്രമേയത്തെ കോൺഗ്രസ് ഔദ്യോഗികമായി അംഗീകരിക്കുന്ന കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സമ്മേളനമാണ്, വാർഷിക സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം. ഇത് പ്രത്യേക സമ്മേളനമായിരുന്നു, സ്പെഷ്യൽ സമ്മേളനമായിരുന്നു. ഓക്കെ, അപ്പം 1920 നാഗ്പൂർ സമ്മേളനം, 1920 നാഗ്പൂർ സമ്മേളനം കോൺഗ്രസ് ഔദ്യോഗികമായ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി. ആ ഒരു സമ്മേളനത്തിൽ C വിജയരാഘവ ആചാര്യായിരുന്നു അധ്യക്ഷൻ. അദ്ദേഹം ആ ഒരു സമ്മേളനത്തിലാണ് നമ്മുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള കോൺഗ്രസിന് വിഭജനത്തിനൊക്കെ തുടക്കം കുറിക്കുന്നത്. അങ്ങനെയാണ് കേരള പ്രദേശ് കോൺഗ്രസും KPCCയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഒക്കെ രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി കറാച്ചി സമ്മേളനം 1931 കറാച്ചി സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി വിൽ ഡൈ ബട്ട് ഗാന്ധിസം വിൽ നോട്ട്. ഗാന്ധിജി ചിലപ്പോൾ മരിച്ചേക്കാം, ഗാന്ധിജി മരിക്കും, എന്നാൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ മരിക്കില്ല, അത് നിലനിൽക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഗാന്ധിജി പറയുന്നത് എവിടെയാണ്? കറാച്ചി സമ്മേളനത്തിലൂടെയാണ്. അതുപോലെ തന്നെ ലക്നൗ സമ്മേളനം, INCയുമായി ബന്ധപ്പെട്ട് 1916 ലക്നൗ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. മിതവാദികളും തീവ്രദേശീയവാദികളും ഒരുമിക്കുന്ന സമ്മേളനമാണ് ലക്നൗ സമ്മേളനം. അതുപോലെ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഒപ്പുവെച്ച ലക്നൗ പാക്ട് 1916 തിലകനും അതുപോലെ തന്നെ ജിന്നയുമാണ് അതിൽ ഒപ്പുവെച്ചത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരാം. 1929 ഡിസംബറിൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം എവിടെയാണ്? ലാഹോറിലാണ് നടന്നത്. അധ്യക്ഷനായിട്ട് ജവഹർലാൽ നെഹ്റു വരുന്നു. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രമേയം പാസ്സാക്കുന്നു. ദെൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്താണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം, അതായത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള 2ാമത്തെ ബഹുജന പ്രക്ഷോഭം. 1ാമത്തത് നിസ്സഹകരണ പ്രസ്ഥാനം, 2ാമത്തത് സിവിൽ നിയമലംഘനം, 3 ക്വിറ്റ് ഇന്ത്യ സമരം. ഓക്കെ, ദെൻ 1930 ജാനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഈ ഒരു ജാനുവരി 26 ഒരു ഓർമ്മയായിട്ടാണ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന ആ ഒരു ഡേറ്റും എന്തായിട്ട് മാറിയത്? ജാനുവരി 26 സെലക്ട് ചെയ്തതും ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ ആണല്ലോ.
ഈ ഒരു ഏരിയ കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി 5ാമത്തെ ചോദ്യം, ചൈനയെ ആധുനീകരിക്കുവാൻ സന്യാസൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക എന്നതാണ്. ഓക്കെ, സോ സന്യാസനിൻ്റെ ആശയങ്ങളെ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു പോകണം. അതിൽ സന്യാസൻ്റെ ആശയങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല, പക്ഷേ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സന്യാസിൻ്റെ ആശയങ്ങൾ ഈ അടുത്തിടെയായിട്ട് ഒരു വർഷങ്ങൾക്കിടെയായിട്ട് പല ചോദ്യപേപ്പറിലും കണ്ടിട്ടുണ്ട്. മാഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് സന്യാസൻ്റെ ആശയമാണ്. സോ ഇവിടെ എല്ലാം ശരി എന്നുള്ളതാണ് ഉത്തരം. നമുക്ക് സന്യാസൻ്റെ ആശയങ്ങളും നോക്കാം. സന്യാസൻ്റെ ആശയങ്ങൾ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്ന രീതിയിൽ നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും. സന്യാസൻ്റെ 3 ആശയങ്ങൾ എന്തൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നുള്ളതാണ് സന്യാസൻ്റെ ആശയങ്ങൾ. അതിൽ ദേശീയത കൊണ്ട് സന്യാസൻ ഉദ്ദേശിച്ചത് എന്താണ്? മാഞ്ചൂരിയൻ പ്രദേശക്കാരായ മാഞ്ചു വംശക്കാരെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക. ഓക്കെ, അപ്പോൾ മാഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും ചൈനയിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് സന്യാസൻ മുന്നോട്ട് വെച്ച ദേശീയത. സന്യാസൻ മുന്നോട്ട് വെച്ച ജനാധിപത്യമാണ് ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നൊരു ടൈമാണ്. ഓക്കെ, ഇനി സോഷ്യലിസം എന്താണ്? മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക എന്നത് സോഷ്യലിസത്തിൻ്റെ ആശയപരിധിയിൽ വരുന്നു. ഓക്കെ, അപ്പോൾ സന്യാസൻ്റെ 3 ആശയങ്ങൾ ദേശീയതയും ജനാധിപത്യവും സോഷ്യലിസവുമാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള പോയിന്റും എന്ത് ചെയ്യുക, ഒന്ന് അറിയുക. ഓക്കെ ആണല്ലോ. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുന്നു. അടുത്ത ചോദ്യം ലോകചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. അതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ കുറച്ച് ഇൻസിഡൻറ്റുകളെ കാലഗണനാ ക്രമത്തിൽ എഴുതുക എന്നുള്ളൊരു ഭാഗത്തിലാണ് പറയുന്നത്. നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്ന് പഠിച്ചു പോരുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് ഇത്തരത്തിലുള്ള ന്യൂ മോഡൽ ചോദ്യങ്ങൾ കാലഗണനാ ക്രമത്തിൽ എഴുതുക എന്നുള്ള ഭാഗം നമുക്ക് ലഭിക്കും. സോ ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തിരുന്നു, സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡിൽ ഇതിനോട് സെയിം ആയിട്ടുള്ളൊരു ചോദ്യം നമ്മൾ കണ്ടിരുന്നു. ആ ചോദ്യത്തെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തതാണ്. സോ ഈ ഒരു ചോദ്യം നോക്കാം. ആ ഒരു ചോദ്യത്തിൽ നിന്ന് ചെറിയ മാറ്റം PSC വരുത്തിയിട്ടുണ്ട്. മുഴുവൻ സമഗ്രയിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടില്ല. ചെറിയ ചേഞ്ചസ് PSC എന്ത് ചെയ്തിട്ടുണ്ട്, വരുത്തിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന സംഭവത്തെ എന്ത് ചെയ്യുക, കാലഗണനാ ക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ് ഭാഗം. ഇതിൽ ഒന്ന്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വരുന്നത് എപ്പോഴാണ്? 1776 അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വരുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി എപ്പോഴാണ്? 1773 ബോസ്റ്റൺ ടീ പാർട്ടി. പാരീസ് ഉടമ്പടി എന്നാണ്? 1783 പാരീസ് ഉടമ്പടി. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ്? 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. 74 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 75 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 76 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, 73 ബോസ്റ്റൺ ടീ പാർട്ടി, 83 പാരീസ് ഉടമ്പടി. അതായത് അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ബ്രിട്ടൻ ഒപ്പുവെക്കുന്ന ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. അമേരിക്കൻ കോളനികളും അല്ലെങ്കിൽ അമേരിക്കൻ സൈന്യവും ബ്രിട്ടൻ ആയിട്ടുള്ള യുദ്ധം അവസാനിക്കുന്നത് 81 1781. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടിയാണ് ഇവിടെ ഒന്നാമത് വരേണ്ടത്. ഓക്കെ, ബോസ്റ്റൺ ടീ പാർട്ടി ഒന്നാമത് വരണം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്കിവിടെ ആദ്യം വരേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ ആദ്യം വരുന്നത് C ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, സോ രണ്ടാമത്തെ ഓപ്ഷൻ ആദ്യം വരുന്നു. ദെൻ അതിനുശേഷം വരേണ്ടത് ഏതാണ്? 4 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് രണ്ടാമതായിട്ട് വരേണ്ടത്. ഓക്കെ, സോ ഒന്നാമത്തത് കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം 2 ഇവിടെ ഉത്തരമായിട്ട് ആദ്യം വരേണ്ടത്. അപ്പോൾ നമുക്ക് A ക്യാൻസൽ ചെയ്യാം, B ക്യാൻസൽ ചെയ്യാം, Dയും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ ഉത്തരം C ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ആദ്യം വരേണ്ടത്, ആദ്യം നടന്ന ഇൻസിഡന്റ് ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി 1773 ബോസ്റ്റൺ ടീ പാർട്ടി. ദെൻ 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം,
ദെൻ 1781 ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനിയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അവസാനം. ദെൻ 83 പാരീസ് ഉടമ്പടി. ഓക്കെ ആണല്ലോ. സോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. അടുത്തൊരു ചോദ്യം, ഇത് ഈ അടുത്തിടയിൽ നടന്ന ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അത്യാവശ്യം നിലവാരമുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് അറിയേണ്ടുന്ന, നമ്മൾ ഓർത്ത് വെക്കേണ്ടുന്ന ഇന്ത്യ ചരിത്രത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന എന്നുള്ളത്. സോ ആ ഒരു ഭാഗവും കൂടെ നമ്മളൊന്ന് നോക്കിപ്പോകണം. നോക്കിയേ, ഇന്ത്യയിലെ ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇവിടെ നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. നോക്കിയേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1953 ആന്ധ്രയും തമിഴ്നാടും ഭാഷാപരമായ സംസ്ഥാനങ്ങളായി നിലവിൽ വന്നു. തെറ്റാണ്. കാര്യം തമിഴ്നാട് ഭാഷാപരമായിട്ട് 1953 നിലവിൽ വന്നിട്ടില്ല. നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശ് ആയിരുന്നു, അല്ലെങ്കിൽ ആന്ധ്രയായിരുന്നു. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റാന്ന് മനസ്സിലായി. അപ്പോൾ ഇത് നമുക്ക് എന്താ ശരിയല്ലാത്തതാണ് വേണ്ടുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എവിടെ ഉൾപ്പെടുത്തണം? നമ്മുടെ ഓപ്ഷനിൽ അത് വരണം. ഇനി അടുത്ത പോയിന്റ് നോക്കി, 1953 ജസ്റ്റിസ് ഫസൽ അലി, KM പണിക്കർ, ഹൃദയാനന്ദ കുഞ്ചു എന്നിവരടങ്ങിയ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. ശരിയായ പ്രസ്താവന. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് ഫസൽ അലിയാണ്. അതിൽ ഉൾപ്പെട്ട മലയാളി KM പണിക്കറാണ്. പിന്നെയുള്ള ഒരു അംഗം ആരാണ്? ഹൃദയാനന്ദ കുഞ്ചു ആണ്. ഇനി അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമുക്ക് ശരിയല്ലാത്തതാണ് വേണ്ടുന്നത്. ദെൻ 1956 പാസാക്കിയ സംസ്ഥാന പുനഃസംഘടനാ നിയമം 14 സംസ്ഥാനങ്ങൾക്കും 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടിയും വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരിയാണ്. ഈ ഒരു നിയമപ്രകാരം, നിയമത്തിൻ്റെ റിപ്പോർട്ട് പാസാക്കിയ ശേഷം നിലവിൽ വന്നത് എത്രയാണ്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് പുതിയതായി നിലവിൽ വന്നത്. ഓക്കെ. 1948 നിയമിക്കപ്പെട്ട ഡോക്ടർ SK ധാറിൻ്റെ നേതൃത്വത്തിലുള്ള ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിനെതിരെ ഉപദേശിച്ചു. അപ്പോൾ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ട എന്ന് അഭിപ്രായപ്പെട്ട ഒരു കമ്മീഷനായിരുന്നു SK ധാറിൻ്റെ കമ്മീഷൻ. വർഷം 1948. അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. സോ ഇവിടെ D ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന. ഓക്കെ. ഇനി സംസ്ഥാനങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിച്ച് ജസ്റ്റിസ് S ദാസിന്റെ അല്ലെങ്കിൽ S ധാറിന്റെ നേതൃത്വത്തിൽ 1948 ഒക്ടോബർ 10 ആ കമ്മീഷൻ എന്ത് ചെയ്യപ്പെട്ടു? റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ ഭാഷാപരമായ തത്വത്തെക്കാൾ ഭരണപരമായ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു. അപ്പം ഭാഷാപരമായിട്ടല്ല, ഭരണപരമായിട്ടുള്ള തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംസ്ഥാന പുനഃസംഘടനയാണ് വേണ്ടതെന്ന് 1948 S ധാറിൻ്റെ കമ്മീഷൻ മുന്നോട്ട് വെച്ചു. എന്നാൽ പിന്നീട് ഫസൽ അലിയുടെ നിർദ്ദേശപ്രകാരം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തു? പുനഃസംഘടിപ്പിച്ചു. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? സന്താൾ കലാപം നടന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ പഞ്ചാബ്, രാജ്മഹൽ കുന്ന്, നീലഗിരി കുന്നുകൾ, മഹാരാഷ്ട്ര എന്നിവയുണ്ട്. രാജ്മഹൽ കുന്നുകളിലാണ് സന്താൾ കലാപം നടന്നത്. ഓക്കെ. എന്നാൽ സന്താളുകൾ അധിവസിച്ചിരുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ദാമിനി കഹക്കാണ്. സന്താളുകൾ അധിവസിച്ചിരുന്ന പ്രദേശം ഏതാണ്? ദാമിനി കഹക്കാണ്. ഓക്കെ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഗോത്ര കലാപമാണ് സന്താൾ കലാപം. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളിലാണ് സന്താളുകൾ അധിവസിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയപ്പോൾ സന്താൾ കർഷകർ കാലങ്ങളായി കൃഷി ചെയ്തിരുന്ന ഭൂമി ഒറ്റയടിക്ക് ജമീന്ദാരികളുടെ കൈകളിലായി. ഇതാണ് സന്താൾ കലാപത്തിലേക്ക് പ്രേരിപ്പിച്ചത്. സന്താൾ കലാപത്തിന്റെ പ്രാദേശിക നേതാക്കളാണ് സിന്ധു കാനു എന്നിവരാണ് സന്താൾ കലാപത്തിന്റെ പ്രാദേശിക നേതാക്കൾ. സന്താളുകൾ അധിവസിച്ചിരുന്ന ഭൂമിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ദാമിനി കഹക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സന്താൾ കലാപം 1855-56 കാലഘട്ടത്തിലാണ് സന്താൾ കലാപം അരങ്ങേറിയത്. ഓക്കെ ആണല്ലോ. സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നിലവിലെ PSCയുടെ ട്രെൻഡ് എന്താണെന്നൊന്ന് മനസ്സിലാക്കുകയാണ്.
നമ്മുടെ മുമ്പിൽ കിട്ടിയ 2 ചോദ്യപേപ്പറിൽ നിന്നും മറ്റ് ചില ചോദ്യപേപ്പറിലെ പുതിയ ട്രെൻഡ് രീതികളെ ഒന്ന് നോക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, ചില ടോപ്പിക് ഒന്ന് പിക്ക് ചെയ്ത് പറഞ്ഞു തന്നതാണ്. നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ചോദ്യപേപ്പറെയൊക്കെ ഒന്ന് വിലയിരുത്തണം. ഇനി മുന്നോട്ടുള്ള ഭാഗങ്ങളിൽ, മുന്നോട്ടുള്ള സമയങ്ങളിൽ സ്മാർട്ട് വർക്ക് കൂടെ നമ്മുടെ ഭാഗമാകണം. എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.